നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. പോയ സീസണിൽ MLS-ൻ്റെ പ്ലേ ഓഫിലേക്ക് പോലും എത്താൻ ഇന്റർ മയാമിക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ ഇത്തവണ കാര്യങ്ങൾ അങ്ങനെയാവരുത് എന്ന ഉറച്ച ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഡേവിഡ് ബെക്കാമും സംഘവും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് പുതിയ സൈനിങ്ങുകൾ നടത്തുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് ലൂയിസ് സുവാരസിനെ സൈൻ ചെയ്ത കാര്യം അവർ ഒഫീഷ്യലി പറഞ്ഞത്. ഇപ്പോൾ ഇതാ മികച്ചൊരു സൈനിങ് തന്നെ നടത്തിയിരിക്കുന്നു. ജൂലിയൻ ഗ്രെസലിനെ അവർ സ്വന്തമാക്കുന്നു. USMNT പ്ലെയറാണ് അദ്ദേഹം. ഒരു വേഴ്സറ്റൈൽ പ്ലെയറാണ്. മധ്യനിരയിൽ ഏത് പൊസിഷനിലും അദ്ദേഹത്തിന് കളിക്കാൻ പറ്റും. അതോടൊപ്പം ഫുൾ ബാക്ക് ആയിട്ട് അദ്ദേഹത്തിന് കളിക്കാൻ പറ്റും. LB ആയിട്ടും RB ആയിട്ടും ഒക്കെ കളിക്കാൻ കെൽപ്പുള്ള ഒരു വേഴ്സറ്റൈൽ താരത്തെ തന്നെ ഇപ്പോൾ അവർ സൈൻ ചെയ്തിരിക്കുകയാണ്. ഓൾറെഡി MLS കപ്പ് വിന്നറാണ് അദ്ദേഹം എന്ന കാര്യം കൂടി അറിയുക. അദ്ദേഹം കൊളംബസ് ക്രൂവിൽ നിന്നാണ് വരുന്നത്. ഇന്റർ മയാമിക്ക് തീർച്ചയായിട്ടും വലിയ മുതൽക്കൂട്ടായിരിക്കും ഗ്രെസൽ എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. സൈനിങ്ങിന് ശേഷം അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പ്രതികരണം ഇങ്ങനെയാണ്: ഞാൻ വളരെയധികം ത്രിൽഡാണ്. വളരെ അംബീഷ്യസ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ, ഇന്റർ മയാമി പോലെയുള്ള വളരെ അംബീഷ്യസ് ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷനിൽ പുതിയൊരു ചാപ്റ്റർ തുടങ്ങാൻ ഞാൻ വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നു. എൻ്റെ എക്സ്പീരിയൻസ്, ഈ ലീഗിലെ എക്സ്പീരിയൻസ് ഒക്കെ ഉപയോഗിച്ച് എൻ്റെ പുതിയ ടീംമേറ്റ്സിനെ സഹായിക്കാൻ ഞാൻ റെഡിയാണ്. ഈ ഗ്രേറ്റ് ക്ലബിൽ വലിയ ലക്ഷ്യങ്ങളോടുകൂടി കിരീടം ചൂടുക എന്നുള്ള ഡ്രീമോടുകൂടി മുന്നോട്ട് പോകാൻ കാത്തിരിക്കുന്നു എന്നാണ് ഇപ്പോൾ ഗ്രെസലിൻ്റെ ഒരു പ്രതികരണം. എന്തായാലും 30-കാരനായിട്ടുള്ള താരം മികച്ച പ്രകടനമാണ് പോയ സീസണിലടക്കം നടത്തിയിട്ടുള്ളത്. ഇന്റർ മയാമിയിലേക്ക് അദ്ദേഹം എത്തുമ്പോൾ 6 അന്താരാഷ്ട്ര മത്സരങ്ങളുടെ അനുഭവ സമ്പത്ത് കൂടി അദ്ദേഹത്തിനുണ്ട്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവരാം.